ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ തിരുവചനത്തെ സ്നേഹിക്കുകയും പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരായ നിങ്ങൾ തിരുവചനത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ. കഴിഞ്ഞ 40-ൽ പരം സെഷനുകളിൽ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ തൃപ്തികരമായ മറുപടി തരുവാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇന്നും കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ നമ്മോട് കൂടെയുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എഹെസ്കേൽ പ്രവചനത്തിൽ നിന്നുള്ള ഒരു വചനമാണ് ആധാരമായിട്ടിരിക്കുന്നത്. എഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ചോദ്യം ഇതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം ലിറ്ററൽ, ഫിഗറേറ്റീവ് ഓർ സിംബോളിക് അർത്ഥത്തിൽ ഇവയിൽ ഏതാണ്? തുടരുന്നു. 37-ാം അധ്യായം 11-ാം വാക്യത്തിൽ പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ലിറ്ററൽ മീനിങ് അല്ലേ എന്ന് ഗ്രഹിക്കേണ്ടതാണല്ലോ. എന്നാൽ മിക്കവാറും എല്ലാവരും തന്നെ ഈ വാക്യം ലിറ്ററൽ മീനിങ് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇത് ലിറ്ററൽ, ഫിഗറേറ്റീവ് ഓർ സിംബോളിക്, അതിൽ ഏതാണ് എന്നത് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും നമുക്കതിൻ്റെ വിശദീകരണമൊക്കെ കടക്കാം. ഈ വേദപുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും ഒന്നിൽ ലിറ്ററലാണ്, അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ആണ്, അല്ലെങ്കിൽ സിംബോളിക് ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞിട്ടങ്ങ് പോയാൽ പറ്റത്തില്ല. നമുക്കറിയാവുന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയണ്ടല്ലേ. ഈ പറഞ്ഞ ആളിന് തന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ബോധമുണ്ടോ എന്നുള്ള കാര്യം പ്രേക്ഷകരെന്ന് അറിയണ്ടായതുകൊണ്ട് പ്രേക്ഷകർ നമുക്കിട്ട് ഒരു വെപ്പ് വെച്ചതാ. ഏതായാലും കൊള്ളാം, നല്ല ചോദ്യമാണ്. ചില സമയം നമുക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് പോകണം. ബാക്ക്ഗ്രൗണ്ടിൽ ചെന്നിട്ട് ലിറ്ററൽ, ഫിഗറേറ്റീവ്, സിംബോളിക് തിരിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ സംഭവം നടക്കുന്നത് ബാബേൽ പ്രവാസകാലത്താണ്. രണ്ട് ബാബേൽ പ്രവാസത്തിൻ്റെ ഏത് സ്റ്റേജിലാണ്? ഏർലിയർ സ്റ്റേജ് ആണോ, മിഡ് വേ ത്രൂ ആണോ, ഫൈനൽ സ്റ്റേജ് ആണോ? ബാബേൽ പ്രവാസത്തിൻ്റെ ഏർലിയർ സ്റ്റേജിലാണ്. അപ്പോൾ നമ്മുടെ പ്രവാചകൻ എഹെസ്കേൽ, പ്രവാചകൻ എവിടെ? പ്രവാചകന് ഈ ഖെബാർ എന്ന് പറയുന്ന നദീതീരത്ത് ഒരു ചെറിയ വീടൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഇസ്രയേലിൽ നിന്ന് ബാബിലോട്ട് പോകുമ്പം ഈ വാസ് ഓൺലി എ പ്രീസ്റ്റ്, എ യങ് പ്രീസ്റ്റ്. But the young priest God turned into a prophet. How did God turn him into a prophet എന്നുള്ളത് നമുക്ക് ആദ്യം അറിയേണ്ടത്. എങ്ങനെ ഇദ്ദേഹത്തെ പ്രോഫറ്റ് ആക്കിയത്? God gave him visions, ദർശനങ്ങൾ. അപ്പം വിഷൻസ് എന്നും ഡ്രീംസ് എന്നും രണ്ട് കാര്യങ്ങളുണ്ട്. സ്വപ്നങ്ങളും ദർശനങ്ങളും. നമ്മൾ സ്വപ്നം ദർശനമാണെന്നും ദർശനം സ്വപ്നമാണെന്നും നമുക്കിതെല്ലാം ഒന്ന് തന്നെ, നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും രക്ഷപ്പെടാൻ കാര്യം എന്നറിയാമോ? ഈ വാക്കുകൾ നമ്മളുടെ വ്യത്യാസം നമുക്ക് അറിയത്തില്ല. നമുക്ക് അറിയത്തില്ല, പിന്നെ എവിടെ വെച്ച് നമുക്ക് കാച്ചാമല്ലോ. ഒരാൾ നല്ല അബോധാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുക, ബോധമല്ല, നല്ല ഉറക്കമാണ്. ഈ ഉറക്കത്തിൽ അയാളുടെ മനസ്സിൽ പതിയുന്നതായ ദൃശ്യങ്ങളോ വാട്ട് എവർ ഇറ്റ് മീ, അതാണ് ഡ്രീംസ് അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത്. ഹീസ് ഫാസ്റ്റ് അസ്ലീപ്പ്. ചില നേരം വിളിക്കുമ്പോൾ മറന്നു പോകും, ചില നേരം വിളിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും മനപ്രയാസപ്പെടുത്തിക്കൊണ്ട്. ഡ്രീം.
യെഹെസ്കേലിന്റെ പ്രത്യേകത ദർശനങ്ങളാണ്. ഓക്കെ. ദർശനങ്ങളാണ്, വിഷൻസ് ആണ്. ഹദ്സോൺ. എന്തുവാ വ്യത്യാസം? ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കുകയല്ലേ, അതെ. അതുപോലെ കണ്ടോണ്ടിരിക്കുക, മറ്റുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഫുള്ളി കോൺഷ്യസാ, നല്ല ബോധാവസ്ഥയിൽ ഇരിക്കുക. ഈ നല്ല ബോധാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇല്ലാത്തൊരു കാര്യം തൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്നു. He sees something in front of his eyes which don't exist here. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിന് മുമ്പിൽ നല്ല ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണിയാണ് ഇരിക്കുന്നത്. റിയൽ ആണോ? അല്ല, എനിക്ക് കഴിക്കാൻ ഒക്കത്തില്ല. റിയൽ ആണെങ്കിൽ എനിക്കെടുത്ത് കഴിക്കാം. റിയൽ അല്ല, ഇവിടെ ഉള്ളതുമല്ല. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളതുപോലെ കാണുന്നു. ഇതില് എൻ്റെ ബോധ മനസ്സിൽ കണ്ണടച്ചിരിക്കുന്ന കോൺഷ്യസ് മൈൻഡിലല്ല, അല്ലെ അൺകോൺഷ്യസ് മൈൻഡിലല്ല, കണ്ണ് തുറന്നിരിക്കുന്ന കോൺഷ്യസ് മൈൻഡ് ഈ കണ്ണുകൊണ്ട് കാണുക. അതാണ് വിഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യെഹെസ്കേൽ എവിടെ? കെബാർ നദിയുടെ തീരത്താണ്. ദൈവം ഇദ്ദേഹത്തിന് വിഷൻസ് കൊടുത്തു. പുള്ളി ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവം തമ്പുരാനെ, ഇതെന്തുവാ? ഇവിടെ എങ്ങും നമ്മൾ ചുറ്റും കാണത്തില്ല. ഇവിടെ ഇരിക്കാൻ നേരത്തെ സംഗതി മുമ്പിലില്ല. ഇപ്പൊ നമുക്കിപ്പോ സപ്പോസ് വി പുട്ട് ഓൺ ദി ക്യാപ്പ് ഓഫ് ഇമാജിനേഷൻ. ഇദ്ദേഹം ഈ ദർശനം കാണുന്ന സമയമായപ്പോഴത്തേക്ക് ഭാര്യ ചെറുപ്പക്കാരി, അത് മരിച്ചുപോയി. വളരെ ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യയെ ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഞാൻ നിന്റെ അടുത്ത് നീ മാറ്റും, നീ കരയരുതെന്ന് പറഞ്ഞു. ഭാര്യ മരിച്ചു. പിന്നെ ഇദ്ദേഹം തന്നെ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് ഒരു കട്ടൻ കാപ്പി കിട്ടാമെന്ന് കണ്ട് പോയി ഒരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് ഫ്രണ്ടിൽ വന്നു. ഒന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പം മുന്നോട്ട് നോക്കുമ്പം ഒരു ഭയങ്കര അസ്ഥിത്താഴ്വര. പുള്ളിങ്ങനെ വരണ്ടിരിക്കുക. കാരണം ഇതെല്ലാം ഉണങ്ങി അസ്ഥിയോട് ബന്ധം വിട്ട് ഇതെന്തുവാ എന്ന് വരണ്ടിരിക്കുമ്പം ദൈവം വന്നിട്ട്, പ്രവാചക, നീ എന്തുവാ കാണുന്നത്? ഞാൻ അസ്ഥിത്താഴ്വര കാണുന്നത്. എന്താ എൻ്റെ അവസ്ഥ? ദൈവം ചോദിച്ചു, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? എനിക്കറിയത്തില്ല. ലോർഡ്, യു നോ. ഐ ഡോണ്ട് നോ. എന്നോട് ചോദിച്ചാ എനിക്കറിയത്തില്ല. പ്രവാചക, ഇതെന്തുവാന്ന് നിനക്കറിയാമോ? ഇതാണ് യഹൂദാഗ്രഹം. ഇതാണ് യഹൂദാഗ്രഹമെന്ന് പ്രവാചകനോട് ദൈവം പറയുമ്പോൾ യഥാർത്ഥ യഹൂദാഗ്രഹം എവിടെ ഉണ്ട്? അവർ ഈ പട്ടണത്തിലുണ്ട്, അവർ ബാബിലോൺ നഗരത്തിലുണ്ട്, ശൂശൻ പട്ടണത്തിലുണ്ട്. ബാബിലോൺ മുഴുവൻ ചെതറിക്കിടക്കുക, ജോലിക്കാരായിട്ട് അടിമകളായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക. അത് റിയൽ യഹൂദാഗ്രഹം. അത് റിയൽ യഹൂദാഗ്രഹം. ദൈവം പറയാണ് അസ്ഥിതാരം കാണിച്ചിട്ട് ഇതാണ് യഹൂദാഗ്രഹം എന്ന്. അപ്പൊ ഇതെന്തുവാ? റിയൽ അല്ല. റിയലോടെ ഞാൻ പറഞ്ഞല്ലോ, റിയൽ യഹൂദാഗ്രഹം അവിടെ തന്നെ ഉണ്ട്. അവരെ ഇഷ്ടിക ചുള്ളല്ല, ഇഷ്ടിക പണിക്ക് എന്തിനു വേണ്ടി? ബാബിലോൺ പണിയുന്നതിന് വേണ്ടി. പ്രവാചകൻ കണ്ടത് എന്തുവാ? റിയൽ അല്ലേ? റിയൽ ഇസ്രയേൽ അല്ലെങ്കിൽ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, അത് ഫിഗറേറ്റീവ് ആണോ സിംബോളിക് ആണോ? ഫിഗറേറ്റീവ് ആണോ സിംബോളിക് ആണോ?
On the one side ഇത് ഫിഗറേറ്റീവും ഉം, on the other side ഇത് സിംബോളിക്കുമാണ്. ഉം. ഇതാണ് അവരുടെ ഫിഗർ. അവരുടെ പറ്റി ഒരു ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ പറയാൻ പറഞ്ഞാൽ ഉണങ്ങി, പോയി അസ്ഥികൾ. ഉം, വരണ്ടു. നോക്കിക്കോണേ, ഉം, ഫാമിലിയായിട്ട് പിടിച്ചുകൊണ്ട് വരിക. ഉം, കെട്ടിയവനെ ഒരിടത്ത് കൊണ്ടുപോയി, ഉം, കെട്ടിയോളെ വേറൊരിടത്ത് കൊണ്ടുപോയി. ഉം, 15 പിള്ളേരുണ്ടായിരുന്നു, ഓരോന്നിനെയും 15 പേര് മേടിച്ചുകൊണ്ട് പോയി. ഉം. എന്നാ ഫോണുണ്ടോ അങ്ങോട്ട് കെട്ടിയോടി, നിന്റെ പണിയൊക്കെ നിന്റെ അതെ, സുഖമായിരുന്നു, ഒന്നുമില്ല. വിളിച്ചോ? ഉം, അല്ലെ വിളിച്ചിട്ട്, എന്താ മോനെ യോസഫേ സുഖമായിരിക്കുന്നവരാ അവിടുന്ന്, ഉം. ആരെങ്കിലും ആരെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ആരും തമ്മിൽ ബന്ധമില്ല, അല്ലേ? ഉം, അവരുടെ അവസ്ഥ എന്തുവാ? ഉം, ഉണങ്ങി, ചുരുണ്ട്, ചുളിഞ്ഞ്, പ്രത്യാശ നഷ്ടപ്പെട്ടത്, ഉം, അല്ലേ? സോ ആ ഫിഗർ ഈ ഓരോ ഉണങ്ങിയ അസ്ഥിയും നമ്മളെ കാണിക്കുക. ഉം, ഇത് സിംബോളിക് ആണോ? ഉം. ഇറ്റ് ഈസ് സിംബോളിക്. Yeah. ഇറ്റ് ഈസ് സിംബോളിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ അർത്ഥമുണ്ട്. ഉം, മുന്നിൽ ഒരു കാര്യം നിവർത്തിക്കപ്പെടാനുണ്ട്. ഉം, എന്ത്? ഈ ഉണങ്ങിയ അസ്ഥികളുടെ മേൽ കാറ്റ് വീശിയപ്പോൾ ഉം. ജീവിതം. അസ്ഥിയോട് കൂട്ടിച്ചേർത്തു, ഉം, അതിന് ജീവനുണ്ടായി, അതെഴുന്നേറ്റ് വലിയൊരു സമൂഹമായി ഉം, തിരിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിലേക്ക് വരുന്നു, ഉം. അല്ലേ? അതെ. അതാ ഫ്യൂച്ചർ സംഭവിക്കാൻ പോകുന്നത്. ഉം, അപ്പൊ സിംബോളിക്ക. ഉം, അപ്പം ഈ ചോദ്യത്തിന് നമ്മുടെ പ്രിസൈസ് ആൻസർ ഉം, ഇത് ലിറ്ററൽ അല്ല. ഉം. ലിറ്ററൽ അല്ല. അല്ല. കാരണം ലിറ്ററൽ ആണെന്ന് പറയാൻ കഴിയുന്ന ഉം, ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഉം. ഫോർ എക്സാമ്പിൾ, ഓക്കെ. 712 BC-യിലാണ് ഉം, സെനഖെരീബ് ഉം, ഇസ്രയേലിനെ യഹൂദയെ ആശ്രയിക്കുന്നതിന് വേണ്ടി ഉം, ഒരു വലിയ സൈന്യമായിട്ട് വരുന്നത്. ഉം, അന്ന് അയാൾ വലിയൊരു വെല്ലുവിളിയൊക്കെ നടത്തി. ഹിസ്കിയ എന്ന രാജാവാണ് ഭരിക്കുന്നത്. ഉം. ഹിസ്കിയ ദൈവത്തോട് പോയി കരഞ്ഞു. ദൈവം പറഞ്ഞു, നീ അവൻ്റെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഉം. അത് ഞാൻ നോക്കിക്കോളാം, നീ അവൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു. ഉം, ദൈവം ഒരു ദൂതനെ വിട്ടു. രാത്രി ദൂതൻ അങ്ങോട്ട് ചെന്ന് ഒരു ഒറ്റ അടി അങ്ങ് അടിച്ചു. ഉം. ഒറ്റയടിക്ക് 1,85,000 അശൂർ പടയാളികൾ ചത്തവിടെ കിടന്നു. ഉം, ചേട്ടാ, ഇവനെയൊക്കെ ആരാ കുഴിച്ചിടുന്നേ? ഉം, ഉം. ഇവനെയൊക്കെ ആരെ കുറിച്ച്? ഇവനെ ആരാണ്ട് കുഴിച്ചിടുന്ന ആളുണ്ടോ? ഇത്രയാണ് അതിനെ കുഴിച്ചിടുന്നത്? കൊച്ചു കാര്യമാണ്. അവിടെ കിടന്നു. ഉം. അവിടെ കിടന്ന് അപ്പം 712 BC-യിലാണേ. ഓക്കെ. ഉം, കിടന്ന് ആ മണ്ണിനോട് ചേർന്നു. പിന്നെ മണ്ടയ്ക്കും പണ്ടും മൂടി. ഉം, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഉം, നമുക്കൊരു 30 വർഷം മുമ്പ്, 30 ആയിട്ടില്ലല്ലോ, ഓക്കെ, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഉം. ഡേവിഡ് റോൾസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ആർക്കിയോളജിസ്റ്റ് ഉണ്ട്. ഉം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഈജിപ്റ്റോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അദ്ദേഹം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഓക്കെ. ഈജിപ്റ്റോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡേവിഡ് ഉം. റോൾസ്. ഉം, ഡേവിഡ് റോൾസ് ദൈവം ഉണ്ടെന്ന് വിശ്വാസമുള്ള ആളല്ല. ഉം. ഈ ബൈബിളിൽ പറയുന്ന എല്ലാം അങ്ങ് ദൈവം ഉണ്ടെന്നുള്ള കാര്യമാണ്. ഉം. എന്തെങ്കിലും എവിഡൻസ് കിട്ടുന്നുണ്ടായോ? അതെ. പുള്ളി ഒരു തൂമ്പായും മമ്മട്ടിയും ബ്രഷും ഒക്കെ എടുത്തോണ്ട് നേരെ ഉം, ഈജിപ്തിൽ പോയി. ഉം. ഈജിപ്തിൽ പോയി തുറന്നു. അത്ഭുതകരമായ കാര്യങ്ങൾ പുള്ളി കിട്ടിയത്. ഉം, ഇത് കഴിഞ്ഞിട്ട് ഇസ്രയേലിൽ വന്നു. ഉം. യെരുശലേം നഗരത്തിന്റെ അവിടെ തുറക്കാൻ തുടങ്ങിയപ്പം ഇവിടുത്തെ അല്ലാത്ത യഹൂദന്മാരല്ലാത്ത ഉം. വലിയ ജനത്തിന്റെ ഒരു ശ്മശാനം കണ്ടു. ഓക്കെ. ആ, ആ. 1,85,000 ഡെഡ് ബോഡീസ്, സ്കെലിറ്റൻസ് അങ്ങനെ കിടക്കുന്നു. ബോൺസ്. ബോൺസ് ഈ പറഞ്ഞ പോലെ അസ്ഥി. അസ്ഥിയോട് ബന്ധപ്പെട്ട്
എല്ലും തൊലി ഒന്നുമില്ലാതെ ഉം. കിടക്കുന്നു. അസ്ഥിത്താഴ്വര. അസ്ഥിത്താഴ്വര, അതും അസ്ഥിത്താഴ്വരയാ. ഉം. അത് സിംബോളിക് ആണോ, ഫിഗറേറ്റീവ് ആണോ, ലിറ്ററൽ ആണോ? That is ലിറ്ററൽ. literal. Literal. അത് Yeah. ലിറ്ററൽ Yeah. അല്ലേ? അത് Yeah. ലിറ്ററൽ. ആരുടെ? അസേറിയൻസിന്റെ. ഉം. ഇത് ഇത്ര യഹൂദന്മാർ അവിടെ മരിച്ച ഒരു സ്ഥലത്ത് കിടപ്പില്ല. ഇല്ല. Yeah. ഇത് ലിറ്ററലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും യഹൂദന്മാർ ഉം. ഒരു താഴെയൊന്ന് അവിടെ മരിച്ച് അഴുകി ഉം. അസ്ഥി പരുവാകണം. ഉം. ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കാം. അവരിവിടെ വന്നിട്ട് 2-3 കൊല്ലം ആയുള്ളൂ. 2-3 കൊല്ലം തന്നെ ആയില്ല. ആയിട്ട്. ഉം. വന്നവരാരും ചാകാറുമായിട്ടില്ല. ആയിട്ട്. അതെ. അതെ. ഒന്നുണ്ട്. ഉം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് ലിറ്ററലാണെന്ന്? അപ്പോൾ വിശുദ്ധ തിരുവഴുത്തുകൾ നമ്മളൊരു ഭാഗം പൊരുൾ തിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ആ കറന്റ് ഈവന്റ് എടുക്കണം. ഇത് പറയുമ്പോൾ പറയുന്ന ആളെവിടാണ്, ഉം. ഉം. ഫലമെടുക്കണം. ഉം. ആരെ പറ്റിയാ പറയുന്നത്? ഉം. അവരെന്നാരും എവിടാ? ഉം. യഹൂദഗ്രഹം വന്നു എന്ന് പറയുമ്പോൾ യഹൂദഗ്രഹം ഇപ്പൊ എവിടാ? ഉം. അവിടെ. അവരെന്തോ ചെയ്യുക? ചത്തു കിടക്കണം. അല്ല, ഉം. അടിമകളായിട്ട് ജോലി ചെയ്യുക. അപ്പൊ ഈ കിടക്കുന്നത് എന്താണ്? ലിറ്ററൽ അല്ല. ഇത്തരം നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഈ കയറി വേർഡിക്റ്റ് അടിക്കാവൂ. ഉം. അപ്പോൾ പലപ്പോഴും ഇപ്പം നമ്മളിരുന്ന് ഈ ചകഞ്ഞ് അതിൻ്റെ അതറൻ്റ് വരെ പോയി സത്യവിൻ്റെതാണെന്ന് പുറത്തു കൊണ്ടിരുന്നു. ഉം. അതിനൊക്കെ ഇപ്പോൾ ഉള്ള സഹിഷ്ണുത എത്ര പേർക്കുണ്ട് ഇല്ലേ? ഉം. അവർ വെച്ചിരിക്കുന്ന തുച്ഛം കാച്ചും. നമുക്ക് അന്നെങ്കിൽ ഒന്ന് സ്വോത്രം വരുന്ന അല്ലാതെ ഇത് പറഞ്ഞ് സത്യമാണെന്നല്ല നമുക്കറിയേണ്ടത് നമുക്കില്ല. നമ്മളിങ്ങനെ നല്ല സ്പ്രിങ് നിൽക്കുക, എന്ത് കേട്ടാലും സ്വോത്രം പറയാനായിട്ട്. നമ്മൾ സ്വോത്രം പറഞ്ഞ ആളിന് കുറെ കൂടെ എൻകറേജ്മെന്റ് കിട്ടി. പുള്ളി ഇതിനെയൊക്കെ വലിയ മണ്ഡലത്തിൽ വീണ്ടും കണ്ടുപിടിച്ച് പറയും. That's my answer. താങ്ക് യു വെരി മച്ച് സർ. ഞാൻ ഒരു ചെറിയ ചോദ്യം. പഴയ നിയമത്തിൽ പലയിടത്തും ദർശകന്മാരെന്ന് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ദർശനം കാണുന്ന പ്രവാചകന്മാരെയാണോ ദർശകന്മാർ എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി എല്ലാ പ്രവാചകന്മാരും ദർശനങ്ങൾ കാണാറില്ല. ഇല്ല. മജോറിറ്റി പ്രവാചകന്മാരും ദർശനങ്ങൾ കാണുന്നില്ല. ദർശനത്തിന് പേരുകേട്ട 2 പ്രവാചകന്മാരിൽ ഒരാൾ ഹിസ്കിയേലും മറ്റേയാൾ ദാനിയേലും, പിന്നെ വേറൊരാളുണ്ട്. ഇവരെക്കളൊക്കെ ദർശനത്തിന്റെ കാര്യത്തിൽ ആള് കില്ലാടിയാണ്. സഖരിയാവ്. ഇവർ 3 പേരാണ് ദർശനത്തിന്റെ അതറന്റ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ മറ്റു അനേക പ്രവാചകന്മാർക്ക് ദർശനങ്ങൾ വളരെ റെയറാണ്. സ്വപ്നങ്ങളാണ് അവർ കാണാറുള്ളത്. യെസ്. താങ്ക് യു. അടുത്ത ചോദ്യവും ഹെസ്കേൽ പ്രവചനത്തിൽ നിന്നുള്ളതാണ്. ഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായം എപ്പോഴാണ് സംഭവിക്കുന്നത്? വാക്യം ഇങ്ങനെയാണ്: അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. തുടർന്നുള്ള വേദഭാഗങ്ങൾ. ഈ അധ്യായം എപ്പോഴാണ് നിറവേറുന്നത് എന്നുള്ളതാണ് പ്രേക്ഷകന്റെ ചോദ്യം. ഓക്കെ, പ്രേക്ഷകനാണ് മിടുക്കനാണ്. ഈ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർക്ക് എന്തോ ഒരു തോന്നലുണ്ട് കേട്ടോ, നമ്മൾ ശരിക്കും വെള്ളം കുടിപ്പിക്കണമെന്ന്. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. 2 പേരും കൂടെ അതെല്ലാം അറിയാവുന്ന രീതിയിൽ ഇവിടുന്ന് സംസാരിക്കല്ലേ. അങ്ങനെ സംസാരിക്കാം. നമുക്ക് 2 ചോദ്യം ചോദിക്കാം. ഇവരെ പറയുന്നത് നമുക്ക് നോക്കട്ടെ. എന്തുകൊണ്ട് ചോദിക്കും? നല്ല നല്ല ഇടിവെട്ട് ചോദ്യം നമുക്കുണ്ട്. സ്തോത്രം. പബ്ലിക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സ്ട്രെങ്ത് ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ റിലവൻസ്. സ്ട്രോങ് ആയ ചോദ്യങ്ങൾ നമുക്ക് കിട്ടുന്നിരുന്നിരിക്കട്ടെ, നമ്മുടെ ഈ പ്രോഗ്രാം ഒരു വേസ്റ്റാ, ഒരു റിലവൻസും ഇല്ല. പിന്നെ പബ്ലിക്കിന് അറിയണം എന്നാഗ്രഹിക്കുമ്പോൾ ഈ ചോദ്യകർത്താവിന് മാത്രമല്ലോ, ഇതേ ചോദ്യത്തിന്റെ ഉത്തരം അറിയേണ്ട വേറെ ഒരുപാട് പേരില്ലേ? അവർക്കെല്ലാം അത് കേൾപ്പില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലേ? വളരെ ചോദ്യങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. വല്ല പക്ഷെ നമ്മുടെ ലിസ്റ്റിലുണ്ടല്ലോ എല്ലാം. എല്ലാം ഉണ്ട്. ഓക്കെ,
ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ ദർ കംസ് എ ടൈം വി വിൽ ആൻസർ എവരി വൺ All ഓഫ് the ആരും questions. Yeah. സ്കിപ്പ് ആകും. പിന്നെ വളരെ റിലവൻ്റ് അല്ലാത്ത ബാലിശമായ ചില ചോദ്യങ്ങളുണ്ട്, Mm. വളരെ ബാലിശമായ ചോദ്യം. അതിനൊക്കെ ആരും മറുപടി പറയാൻ പോകുന്നത് Mm. വി ജസ്റ്റ് ഡോണ്ട് കെയർ. വീണ്ടും നമുക്ക് എഹെസ്കേൽ തന്നെ വരികയാണ്. എഹെസ്കേൽ ഇരിക്കുന്നത് കെബാർ നദി തീരത്താണ്, അതെ. എങ്ങും പോയിട്ടില്ല. അവിടെ നിന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ ആലയം കണ്ടു. ആ ആലയത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഉം. അതിൻ്റെ നീളം, വീതി, ഉയരം, അതിൻ്റെ സ്ട്രക്ചറൽ ബിൽറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പോകണം. അവിടെ പോയാൽ ശലോമോൻ പണിത ആലയത്തിൻ്റെ സ്ട്രക്ചറൽ ബിൽറ്റ് അതല്ല. Okay. Mm. Mm. അപ്പോൾ ആ ആലയം അല്ലല്ലോ, അത് ഇടിഞ്ഞു പോയി. അല്ല. അല്ല. Mm. അതിനുശേഷം ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലാർജ് Mm. ടെമ്പിൾ Mm. ഹെരോദാവാ പണിത്. Okay. Mm. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാലത്തെ ടെമ്പിൾ. Mm. ആ ടെമ്പിൾ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലാർജ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. Mm. എങ്ങനെയിരിക്കും ചോദിച്ചാൽ ദുബായ് എയർപോർട്ട് പോലെ ഇരിക്കും. Okay. എന്തെങ്കിലും ദുബായ് പോകണം, ഞാൻ ചോദിക്കുന്നുണ്ട് ഇതേത് കിറുക്കനായി കാണിച്ചു വെച്ചത്? Mm. ഇതിങ്ങനെ തുറന്നങ്ങ് കിടക്കുക മൈലുകൾ. Mm. അതിനകത്ത് ഈ പറഞ്ഞാലും മനുഷ്യനും പാഞ്ചാതി ഒന്നും ഇല്ലെന്നേ. Mm. അതിനകത്ത് ഇത്ര ഫ്ലൈറ്റ് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. Mm. But ഇത്ര still. ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഞാൻ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ ഒരു കാലത്ത് ഒരു മാനേജ്മെന്റ് ജോലി ചെയ്ത ആളാണ്. Mm. അപ്പം ഒരു മിനിറ്റിൽ 3 ഫ്ലൈറ്റ് Mm. ഹീത്രോയിൽ ഇറങ്ങുന്നത് നമ്മളിങ്ങനെ നോക്കി കണ്ടിട്ടുണ്ട് ഒരു മിനിറ്റിൽ. കാര്യം എൻ്റെ ഓഫീസിൽ എനിക്കിങ്ങനെ കാണാം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. Mm. അപ്പോൾ ആ എയർപോർട്ട്, ലണ്ടൻ ഹീത്രോ എയർപോർട്ട്, Mm. ഈ ദുബായ് എയർപോർട്ടിൻ്റെ ഒരു 4 പോലും ഇല്ല. Mm. ഇതൊരു ആളുടെ കണക്കാന്ന് നോക്കുന്നവര് ചുമ്മാ അവർക്ക് പെട്രോളിന്റെ പൈസയുണ്ട്, ഇഷ്ടംപോലെ കാശുണ്ട്, ചുമ്മാ പണിതും കിട്ടിയിരിക്കുന്നു Mm. എന്ന് പറയുമ്പോൾ ഈ പുള്ളി അത് ഹെരോദാവ് അദ്ദേഹത്തിൻ്റെ യഹൂദന്മാരുടെ പ്രീതി സംഘടിപ്പിക്കണം. Mm. വലിയൊരു ലവർ ഓഫ് ദി ജൂവിഷ് നേഷൻ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി Mm. മറിയാമി എന്ന് പറയുന്ന Mm. അന്നത്തെ കാലത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ജൂവിഷ് ഗേളിനെ കല്യാണം കഴിച്ചു. Okay. Yeah. Mm. അത് തന്നെ അവൻ്റെ 11ാമത്തെ ഭാര്യയാന്ന് തോന്നുന്നു. Okay. അപ്പം ഞാൻ യഹൂദനെ ഇഷ്ടപ്പെടുന്നില്ല, യഹൂദ സ്ത്രീയെ കല്യാണം കഴിച്ചത്. Mm. Mm. പിന്നെ ഞാൻ എൻ്റെ ആലയം പണിയാം. ശലോമോനൊക്കെ ഒന്നുമില്ലെന്നേ. ശലോമോനൊന്നും Mm. അതുമല്ല, ആലയം ഞാൻ പണിയുന്ന ആലയമാണ്. ഇവരൊരു അന്തവും കുന്തമില്ലാതെ പണിതങ്ങ് വെച്ചു. Mm. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാലത്ത് അതിൻ്റെ കല്ല് പോലും കാണാൻ ആ കാഴ്ചക്കാർ വരുന്നതാ. Mm. ഒരു കല്ല്, ഒരു കരിങ്കല്ല്, Mm. 80 അടി, 60 മുതൽ 80 അടി വരെ നീളം, Okay. 20 അടി അതിൻ്റെ വീതി. Okay. Mm. എന്തോ കല്ല സ്ട്രക്ചറേ അങ്ങനെയാണ്. ഇങ്ങനെ പണിതിരിക്കുക. Mm. അപ്പോൾ നമ്മൾ ആ ആലയത്തിൻ്റെ സ്ട്രക്ചർ നോക്കണം. ആ ആലയവും യെഹെസ്കേൽ കാണുന്ന ആലയത്തിൻ്റെ സ്ട്രക്ചർ അല്ല. Mm. Mm. ശലോമോന്റെ ആലയം തീർന്നുപോയി, Mm. ഇതും തീർന്നുപോയി. അങ്ങനെയാണെങ്കിൽ യെഹെസ്കേൽ കാണുന്ന സ്ട്രക്ചറോ Mm. ഇനി വരാനിരിക്കുന്ന യെരൂശലേം ദേവാലയമാണ്. Okay. Mm. ഇനി ഒരു യെരൂശലേം ദേവാലയം വരണമെന്നുണ്ടെങ്കിൽ നോക്കിയോ, Mm. ആ സ്പോട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന എന്തുവാ? അലക്സ്ക മോസ്കാണ്. Moscow. Mm. ഇനി പണിയാനിരിക്കേണ്ട യെരൂശലേം ദേവാലയത്തിൻ്റെ സ്ട്രക്ചറും Mm. ഇദ്ദേഹം ഇപ്പം കാണുന്ന യെരൂശലേം ദേവാലയത്തിൻ്റെ സ്ട്രക്ചറും ഒന്ന് തന്നെയാണ്. Okay. ദാറ്റ് മീൻസ് ആ ആലയം ഇതുവരെ പണിയപ്പെട്ടിട്ടില്ല. Okay. Mm. ആ ആലയം പണിയപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നടക്കേണ്ടതായ സംഭവങ്ങളുണ്ട്. അതിന് മുമ്പ് നടക്കേണ്ട ഒന്നാമത്തെ സംഭവം ദൈവസഭയുടെ ഉൽപ്രാവണം, റാപ്ചർ ഓഫ് ദ ചേർച്ച് ആണ്. Mm.
റാപ്ചർ ഓഫ് ദ ചേർച്ച് കഴിഞ്ഞിട്ട്, റാപ്ചർ ഓഫ് ദി ചേർച്ച് ചേർച്ച് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ്, ഞാൻ ഇച്ചിരി സ്ലോ ആവുകയാണ്. കാര്യം വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് പെട്ടെന്ന് അങ്ങ് ക്യാപ്ചർ ചെയ്യണം. ഓക്കെ ആരും ഓക്കെ. അല്ല, ചിലര്. പക്ഷെ നമ്മൾ എല്ലാവരും ക്യാച്ച് ചെയ്യണമല്ലോ, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതല്ലേ. അതെ അല്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വരുന്നവർക്ക് മാത്രമല്ല നമ്മൾ പറയുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാവില്ലേ. അവർ അടുത്ത അതെ ദിവസം ഇത് ക്ലാസ് എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അതെ. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉം. കുറിച്ചെടുത്തിട്ട് ഒരു ബൈബിൾ ക്ലാസ് എടുക്കണം ചർച്ചയിൽ, എങ്കിലേ എനിക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഉം. ആരെങ്കിലും ഇതിൻ്റെ താഴെ ഒന്ന് പറയാം, സാറേ സാറിൻ്റെ ക്ലാസ് കേട്ട് ഞങ്ങൾ അതുപോലെ എഴുതിയെടുത്ത് കഴിഞ്ഞ ദിവസം ചർച്ച ഞങ്ങൾ ബൈബിൾ ക്ലാസ് ഇട്ടു എന്ന് പറഞ്ഞാൽ, ദെൻ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് മാൻ അണ്ടർ ദ സ്കൈ. അപ്പോൾ നമ്മൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ആണ് ഈ അലസ്ക മോസ്കിൻ്റെ അവിടെ യഹൂദൻ്റെ മൂന്നാമത്തെ ടെമ്പിൾ ഉം. പണിയാനുള്ള എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഉം. തേർഡ് ടെമ്പിളിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഉം. ആ തേർഡ് ടെമ്പിളിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടായി, പണി അങ്ങോട്ട് തുടങ്ങി. ഉം. ഇറ്റ് ടേക്സ് 3.5 years to complete. The temple. ഉം. അത്രയും വർക്ക് അതിനകത്തുള്ളതാണ്. ഉം. 3.5 years കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉം. ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്നത്, അതിനകത്ത് കുഞ്ഞാടിനെ യാഗം കഴിക്കണം. ഉം. അതിനു മുമ്പ് റെഡ് ഹെയ്ഫർ ഉണ്ടല്ലോ, ചുമന്ന പശു, ചുമന്ന പശു. ഉം. അതിനെ കൊന്ന് ചാരം ഉണ്ടാക്കി ശുദ്ധജലം ഉണ്ടാക്കി തളിക്കണം. ഉം. ഓൾറെഡി റെഡ് ഹൈഫറിനെ കൊന്ന് ചാരം ഉണ്ടാക്കി ശുദ്ധജലം ഉണ്ടാക്കി കഴിഞ്ഞു, ഉണ്ടാക്കി ഓൾറെഡി. ഇനി ബാക്കി പശുക്കൾ ക്യൂ നിൽക്കുക അവിടെ, ഓക്കെ. ആവശ്യത്തിന് കൊന്ന് ശുദ്ധജലം എടുക്കുന്നതിന് വേണ്ടി. ഉം. അതായത് ഈ കൺസെപ്റ്റ് തുടങ്ങുന്ന മോശയുടെ കാലമല്ലയോ. ഉം. മോശയുടെ കാലം മുതൽ യെരുശലേം ദേവാലയം ലാസ്റ്റ് ടെമ്പിൾ ഇടിയുന്നത് വരെ ഉം. 8 പശുക്കളെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഉം. ശുദ്ധജലം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള പശുക്കളെ. കഴിച്ചില്ല. കംപ്ലീറ്റ് ചുമന്ന, ഒരു ബ്ലെമിഷും ഇല്ലാതെ 8 പശുക്കളെ എത്രായിരം 1500 വർഷം കൊണ്ട് കണ്ടിട്ടുള്ളൂ. ഓക്കെ. ആ. ഉം. പക്ഷെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങനത്തെ 6 പശുക്കളെ ഓൾറെഡി എരിശിലേമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഉം. എരിശിലേമിലല്ല, അന്ന് ഇതുകൊണ്ട് പണിതിരുന്നതായ പിന്നെ ഷീലോ എന്ന് പറയുന്ന സ്ഥലത്ത് ഉം. കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞു. അവിടെ ഒരു ഫാമിൽ കെട്ടിയിരിക്കുക. ഉം. അതിലൊരു പശുവിനെ കഴിഞ്ഞതൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ശുദ്ധജലത്തിന് വേണ്ടി അതിനെ ബേൺ ചെയ്തു, അതിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞു. അപ്പം ഇന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുവാന്നിരിക്കട്ടെ, അല്ല സഭ എടുക്കപ്പെടുവാന്നിരിക്കട്ടെ. സഭ ഇന്ന് എടുക്കപ്പെട്ടാൽ അടുത്തത് ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുക. ഉം. 2 രീതിയിലുണ്ടാകും. എഗ്രിമെൻ്റ് സൈൻ ചെയ്താൽ പിന്നെ സഭ എടുക്കപ്പെടുക. ഉം. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുക. അപ്പം നമുക്കിതിനെ സൈക്ലിങ്ങിനെ ഉപയോഗിക്കാം. ഒരു പെഡൽ ചവിട്ടി താക്കുമ്പോൾ മറ്റേ പെഡൽ കയറി വരുന്നു. ഓക്കെ. മറ്റേ പെഡൽ നമ്മൾ പൊക്കുന്നില്ലല്ലോ, അതെ അതെ. ചവിട്ടി താക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ പെഡൽ വരികയാണ്. ഓക്കെ. ഇതുപോലാണ് സഭയുടെ ഉൾപ്രാവണവും ഈ അഗ്രിമെന്റ്. യെരുശലേം ദേവാലയത്തിൻ്റെ റീകൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റും എന്ന് പറയുന്നത്. അപ്പം സഭ എടുക്കപ്പെട്ടു, ടെമ്പിൾ റീകൺസ്ട്രക്ഷൻ തുടങ്ങി. 3.5 വർഷം കൊണ്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. 3.5 വർഷം കൊണ്ട് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് പാപയാഗത്തിനുള്ള കാളക്കിടാവ്, ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റൻ, പൗരോഹിത്യത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കാള, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ആനിമൽസിനെ അറക്കണം. ആനിമൽസ് എല്ലാം റെഡിയായി വരും. പഴയ ആനിമൽസിനെ കണ്ടിട്ടുണ്ട്. ഈ ആനിമൽസുമായിട്ട് ഇവരെ സാക്രിഫൈസ് ചെയ്യാമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ യെരുശലേമിലേക്ക് വരുന്നു. പക്ഷേ ഇതൊരു ഒറ്റ മൃഗത്തെ പോലും കൊല്ലത്തില്ല, നടക്കത്തില്ല.
ഇത് കേൾക്കുന്നുണ്ട് നമ്മുടെ കേൾവിക്കാർ ഷോക്കാകുമെന്ന് എനിക്കറിയാം. ഉം, നിങ്ങൾ ഷോക്കാകാനൊക്കെയല്ല, നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. ഷോക്കാകാൻ ഉം, വേണ്ടിയല്ല, ഉം, മണ്ടത്തരങ്ങൾ കുറേ പോകാതിരിക്കാൻ വേണ്ടിയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതിനോടകം യെരൂശലേം ദേവാലയം എല്ലാം ക്ലിയറായി കഴിഞ്ഞു. ഉം, യാഗപീഠം പണിതു, താമ്രത്തൊട്ടി പണിതു, നിലവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപപീഠം, പിന്നെ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി എല്ലാം നിലവിൽ വന്നു കഴിഞ്ഞു. എല്ലാം നിലവിൽ വന്നു കഴിഞ്ഞു. ഉം, ഇനി എന്തുകൂടെ വന്നാൽ മതി? പുരോഹിതൻ വരണം, യാഗം ആരംഭിക്കണം. ഉം, ഈ പുരോഹിതൻ വന്ന് യാഗം ആരംഭിക്കത്തില്ല. പുരോഹിതൻ വരും. മഹാപുരോഹിതനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിപ്പം ഉം. പുറത്ത് ഇൻഫർമേഷൻ വിട്ടില്ല, കാര്യം അയാളെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഓക്കെ. ഉം, ഉം, പുറത്ത് വിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് അത് നടക്കത്തില്ല? ഈ there is a divinity that shapes our ends എന്ന് ഷേക്സ്പിയർ ഉം. ഹാംലെറ്റ് എന്ന നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട്. there is a divinity that shapes That our shapes ends it. ഉം. എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ കൂടെ തീരുമാനിക്കണം നമ്മൾ അനുവദിക്കണം, അനുവദിക്കണം. ചിന്തിക്കുന്ന നടക്കണമെന്നുണ്ടെങ്കിൽ. അതിന് there is a divinity that shapes our ends എന്ന് പറയുന്നത്. കാരണം ഈ എല്ലാ യാഗവും വരാനിരിക്കുന്ന മശിഹായുടെ ഏകയാഗത്തിന്റെ പ്രതീകങ്ങളായിരുന്നു, ഉം, അല്ലേ? ഉം, ഏകയാഗത്താൽ വിശ്വസിക്കുന്നവന് മശിഹ സൽഗുണ സമ്പൂർത്തി വരുത്തി കഴിഞ്ഞു. ഉം, ആ മശിഹായുടെ യാഗം ഇന്നും ഇഫക്റ്റീവാണ്. ഉം, 2000 വർഷങ്ങൾക്ക് മുൻപ് പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ വെച്ച് അടിച്ച് തകർക്കപ്പെട്ട മശിഹായുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തം ഉം. ഇന്നും മനുഷ്യന് പാപക്ഷമ കൊടുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കണം. മനുഷ്യനെ സേഫ് ഗാർഡ് ചെയ്യുകയും വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ പുണ്യാഹരക്തം. ആ പുണ്യാഹരത്വം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉം. വേറൊരു മൃഗം അറക്കപ്പെട്ടതിന്റെ രക്തം ചൊല്ലിയാൽ എന്താ റിലവൻസ്? ഉം. തീർന്നില്ലയോ? അതെ, അല്ലേ? അതെ. ഇനിയൊരു മൃഗം അറുക്കപ്പെടാതെ ഇരിക്കുന്നതിനാണ് മശിഹ അറുക്കപ്പെട്ടത്. ഉം. ഇത് മനസ്സിലാക്കാതെ മശിഹയെ അംഗീകരിക്കാതെ യഹൂദന്മാർ വീണ്ടും പശുവിനെ യാഗം. ആടിനെ കൊണ്ടുവന്നാലേ അവിടെ അറക്കാൻ സമ്മതിക്കുമോ? ഉം. സ്വർഗസ്ഥനായ നമ്മുടെ കർത്താവ് തീരുമാനിക്കണോ നടക്കണോ വേണ്ട എന്ന്. ഉം. അപ്പൊ അത് എന്ത് ചെയ്യും? ഇവരെ ഇത് റെഡിയാക്കി കൊണ്ടുവരുന്നതിന് മുമ്പ് ഉം. ഇപ്പോൾ സ്വർഗത്തിൽ ദൈവത്തോട് വാദിച്ചുകൊണ്ട് നിൽക്കുന്നതായ മഹാസർപ്പം, പഴയ പാമ്പ്, ഉം. ലൂസിഫർ, സാത്താൻ, വഞ്ചകൻ, ഉം. ഈ പുള്ളിയെ വെട്ടി അവിടുന്ന് താഴോട്ടിടും. ഉം. ഈ പുള്ളി വന്നിട്ട് എന്ത് ചെയ്യും? അന്നത്തെ യഹൂദന്റെ മശിഹ എന്ന് അവര് ചിന്തിച്ചിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ ഉം. ഒരു മശിഹ എന്ന് വിചാരിക്കുന്നത്, മച്ചയൻ. ആ എതിർ ക്രിസ്തുവിന്റെ മേൽ അവൻ അഡീഷണൽ അഭിഷേകം അയക്കും. ഉം. അഡീഷണൽ അഭിഷേകം അയക്കും. എന്ത് ചെയ്യും? ഒന്ന്, തൻ്റെ പ്രതിമ യെരൂശലേം ദേവാലയത്തിൽ വയ്ക്കും. ഉം. 2, യെരൂശലേം ദേവാലയത്തിന്റെ ഈ പറഞ്ഞ യാഗപീഠത്തിൽ പന്നിയെ കൊണ്ടുവന്ന് അറക്കും. ഉം. ഉം. 3, അവിടെ മുഴുവൻ പന്നിയുടെ ചോര തളിച്ച് അശുദ്ധമാക്കും. ഉം. അപ്പം കാളയൊക്കെ റെഡിയാക്കി 500 പ്രവാചകന്മാരും മഹാപുരോഹിതം, അന്ന് 500 പുരോഹിതന്മാരും വേണം ആ ശുശ്രൂഷ, കേട്ടോ. ശുശ്രൂഷയ്ക്ക്. 500 കൊച്ചു പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും കൂടെ പുരോഹിതനും കൂടെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ അങ്ങോട്ട് നോക്കിയപ്പം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചോളട്ടെ. ഒരു സെക്കൻഡ് ഇനി നിനക്ക് യെരൂശലേമിൽ നിൽക്കാനൊക്കത്തില്ല, ഓടിപ്പോക്കണം, ഓടിക്കോണം. ഓട്ടം തുടങ്ങും. അടുത്ത 3.5 വർഷം
ഈ ഓട്ടമാണ്. മനസ്സിലായോ? ഉം. അടുത്ത 3.5 വർഷം ഈ ഓട്ടമാണ്. അവൻ്റെ സകല ആശയും നശിച്ച് യഹൂദൻ മശിഹായെങ്കിലേക്ക് നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാമത്തേതിൽ പറഞ്ഞിരിക്കും, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് സകല കണ്ണുകളും അവനെ കുത്തി തുളച്ചവർ അവനെ കാണും. കാണും. ആ ലോകത്തിലെ ആദ്യത്തെ പ്രവാചകനായിരുന്ന ഹാനോക്ക് എഴുതിയ ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിപ്പാൻ അവർ ഭക്തിവിരുദ്ധമായി ചെയ്ത സകല കാര്യങ്ങൾ നിമിത്തം ന്യായം വിധിപ്പാൻ ഇറങ്ങി വരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്ന് ഇത് മുഴുവൻ തകർക്കും. ഉം. ഈ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഇവരുണ്ടാക്കിയ ഈ ആലയം അടക്കമുള്ള സകലതും മുഴുവൻ പോയിട്ട് വേൾഡിൽ ഏറ്റവും നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് യെരുശലേം ദേവാലയം വീണ്ടും പണിയിക്കും. ഉം. ദ ബെസ്റ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ട് അവരുടെ ലേബറേഴ്സായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള നല്ല പണിക്കാർ പോവും. ജാതികൾ വന്ന് യെരുശലേം ദേവാലയം പണിയുമെന്ന് സക്കറിയ പറഞ്ഞിട്ടുണ്ട്. മുള എന്ന പേരുള്ള പുരുഷനുണ്ടല്ലോ, താൻ എഴുന്നേറ്റ് തൻ്റെ സ്ഥാനത്ത് നിന്ന് വന്ന് ദേവാലയം പണിയും. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കർത്താവ് ദേവാലയം പണിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ബഹുമാനഭൂഷണം ധരിച്ച് താൻ രാജാവും പ്രവാചകനുമായിട്ട് അവിടെ ഇരിക്കും. രാജാവും പ്രവാചകനുമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ തൻ്റെ സിംഹാസനം അവിടെ വയ്ക്കും. ആ സിംഹാസനമാണ് കൃപാസനം എന്ന് പറയുന്നത്. ആ കൃപാസനത്തിനടിയിൽ നിന്ന് ഒരു നദി പുറപ്പെടും. ഈ നദി എവിടെ നിന്ന് അറിയാമോ? നേരെ ഈസ്റ്റേൺ ഗാലിലയിലോട്ട് പോകും. കിഴക്കൻ ഗലീലയിൽ പോയിട്ട് അവിടുന്ന് കറങ്ങി നദി താഴോട്ട് വന്ന് എവിടെ? യോർദാനോട് ചേർന്നിടത്ത് കൂടി വന്നിട്ട് ചാവുകടലിൽ പതിക്കും. ഇതെല്ലാം മാപ്പ് കാണിച്ച് പറയേണ്ട കാര്യമാണ്. ഞാൻ മാപ്പൂടെ കാണിക്കാൻ തുടങ്ങിയാൽ ആൾക്കാർ നമുക്ക് ചിലപ്പോൾ മാപ്പ് തരത്തില്ലായിരിക്കും. പിന്നെ ശരിക്കും ആ റൂട്ട് ഇങ്ങനെ വരച്ച് കാണിക്കാൻ നദി പോകേണ്ട വഴി. ആ നദി വന്ന് എവിടെ? ചാവുകടലിൽ വീഴുമ്പോൾ ചാവുകടലിലെ വെള്ളം പഥ്യമായി തീരും. പിന്നെ അവിടെ വീണൊന്നും ചാകത്തില്ല. റൈറ്റ്? അപ്പൊ ഇത് എപ്പോ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത്രയും കാലയളവ് അതിനുണ്ട്. മീൻസ് ഇന്ന് സഭ എടുക്കപ്പെടുകയാണെങ്കിൽ ഒരു 7 വർഷം കൂടെ കഴിയുമ്പോൾ ഈ ആലയത്തിന്റെ പണി തുടങ്ങും. ഈ പറഞ്ഞ തേർഡ് ടെമ്പിൾ അല്ലത്, മശിഹാ പണിത ടെമ്പിളാ. മുള എന്ന പുരുഷൻ തൻ്റെ സ്ഥാനത്ത് എഴുന്നേറ്റ് ഒന്ന് പണിയുന്ന ടെമ്പിളാണ്. ആ ടെമ്പിളില് എന്നാ പണി തീരുമെന്ന് എന്നോട് എനിക്കറിയത്തില്ല. കാരണം മശിഹായുടെ കൺസ്ട്രക്ഷൻ പ്ലാനിൽ പറ്റിരിക്കുന്ന കാര്യമാണ്. എന്നിട്ടാണ് ഈ താൻ അവിടെ രാജാവും പുരോഹിതനുമായ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ അടിയിൽ നദി പുറപ്പെടുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് വെരി ലോങ്, നോട്ട് വെരി ക്വിക്ക് ഐദർ. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കേണ്ട കാര്യമല്ലിത്. നാളെ നടക്കത്തുമില്ല. പിന്നെ ഒരു ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കാണും. കാര്യം നമ്മൾ മനുഷ്യരോട് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഈ തലമുറയും അത് കണ്ടെന്നിരിക്കും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് ജനറേഷൻ. ഈ തലമുറ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ തലമുറയ്ക്കും അത് കാണാനുള്ള യോഗം ഉണ്ടായിരിക്കാം.
I mean, it's a very, very beautiful question. Absolutely yes. beautiful question. ആ ചോദിച്ച ആളിനെ കണ്ടിരുന്ന് നമുക്കൊരു കട്ടൻ കാപ്പിയോ മുട്ടായോ എല്ലാം മേടിച്ചു കൊടുക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് പലർക്കും മനസ്സിലാക്കാൻ പറ്റി. നിശ്ചയമായി. കാരണം ഇത്തരം വിഷയങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ, ഈ പറഞ്ഞ വിഷയങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ, അതായത് അന്ത്യകാല പ്രവചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായുള്ള ആഗ്രഹം. Yes. കൂടുതലായി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണം, ഒരു കഴിഞ്ഞ തലമുറ വരെ പല റീസൺസും ഉണ്ട്. നമുക്ക് ആ വ്യക്തിപരം കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. ഈ അടഞ്ഞു കിടന്ന ഒരു നോളജാണിത്. അതെ. അതുകൊണ്ട് ധാരാളം മിസ്അണ്ടർസ്റ്റാൻഡിങ്, ധാരാളം തെറ്റിദ്ധാരണകൾ ഇതിനെ പറ്റിയുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്ത് സമൂഹമാണ് ഈ തെറ്റിദ്ധാരണകൾ മുഴുവൻ ലോകത്തിൽ അടിച്ചിറക്കിയത്. ഈ ദൈവമക്കളുടെ ഇടയിൽ തന്നെ മാരകമായ സ്പ്ലിറ്റ് ഉണ്ടാകത്തക്ക രീതിയിൽ തെറ്റിദ്ധാരണ പരത്തിയ ഉപദേശങ്ങളാണ് അന്ത്യകാലത്തെ പറ്റി നമ്മൾ അടിച്ചിറക്കിയത്. അപ്പം കർത്താവ് വരാൻ കാലം അടുത്തു, കാലമിൻ്റെ അന്ത്യത്തോട് അടുക്കുകയാണ്. ഈ സമയത്ത് വെളിപ്പാട്, ദാനിയേല്, യെഹെസ്കേല്, യിരെമ്യാവ്, യെശയ്യാവ് തുടങ്ങിയ പുസ്തകങ്ങളിലും സെഖര്യാവ് തുടങ്ങിയ പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് ഒരു വാക്യമാണെങ്കിൽ എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആര് അങ്ങനെ കിട്ടണമെന്ന് തോന്നിയാലും they can shoot it us, and it's my great joy and privilege to explain that to them. Okay, thank you. Thank you very much, sir. Thank you. കർത്താവിന്റെ ഗ്ലോറിയസ് അപ്പിയറൻസ് കഴിഞ്ഞിട്ട് കർത്താവിനെ നേരത്തിൽ പണിയുന്ന ഈ ആലയത്തിൽ ആരാധനയാണല്ലോ അല്ലെ, നമ്മുടെ വിശുദ്ധന്മാരുമായിട്ടുള്ള ആരാധനയാണല്ലോ നടക്കുന്നത്. അതെ. So it will be that huge. That's the purpose. Yeah, it will be that huge. മനസ്സിലാക്കേണ്ടത് അവിടെ മശിഹ ബഹുമാനഭൂഷണം ധരിച്ചിരിക്കുക. ലോകത്തിലെ രാജ്യങ്ങളുടെ പ്രഭുക്കന്മാർ അവരുടെ മനോഹര വസ്തുക്കളുമായിട്ട് വരിക, മശിഹായ്ക്ക് കാഴ്ച വെച്ചിട്ട് വീണ്ടും നമസ്കരിക്കാൻ. അത് അവിടുത്തെ ആരാധന എന്ന് പറയുന്നത്. നമ്മളിന്ന് പ്രൈസ് ആൻഡ് വിഷ്ണു എന്ന് പറയുന്നത് കുറെ യാതൊരു ബോധമോ കൊണ്ടില്ലാത്ത ചക്കന്മാരും പെൺപിള്ളേരും കിടന്ന് കീറി വിളിക്കുന്ന പരിപാടി അവിടെ നടക്കത്തില്ല. താങ്ക് യു വെരി മച്ച് സർ. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, നമുക്ക് ക്ലോസ് ചെയ്യാം. സെഷനിലേക്ക് മാറ്റി വെക്കാം. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.